സംസ്ഥാന ബജറ്റിൽ സമ്മിശ്ര പ്രതികരണവുമായി പ്രവാസി സംഘടനകൾ. പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് പ്രവാസികളെ പൂർണ്ണമായും നിരാശപ്പെടുത്തിയെന്നാണ് പ്രതിപക്ഷ പ്രവാസി സംഘടനകളുടെ നിലപാട്. അതേസമയം 131 കോടി രൂപയിലധികം പ്രവാസികൾക്കായി നീക്കിവെച്ചിട്ടുണ്ടെന്ന് ഭരണപക്ഷ അനുകൂല സംഘടനകൾ പ്രതികരിച്ചു. പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചില്ലെങ്കിലും നിലവിലുള്ള പദ്ധതികൾക്ക് ബജറ്റിൽ പണം അനുവദിച്ചു എന്നാണ് ഭരണപക്ഷാനുകൂല പ്രവാസി സംഘടനകളുടെ വാദം. തിരിച്ചുവരുന്ന പ്രവാസികളെ സഹായിക്കാൻ നോർക്ക റൂട്ട്സ് വഴി നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിക്ക് 65 കോടി രൂപ അനുവദിച്ചതും പ്രവാസികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്ന സാന്ത്വനം പദ്ധതിക്ക് 35 കോടി രൂപ അനുവദിച്ചതും അവർ എടുത്തു പറയുന്നു. എന്നാൽ സംസ്ഥാനത്തിന്റെ GDP-യിൽ 1/3 സംഭാവന നൽകുന്ന പ്രവാസികളെ പൂർണ്ണമായും അവഗണിച്ചെന്നും പ്രവാസി പെൻഷൻ 5000 രൂപയാക്കണമെന്ന അപേക്ഷ പരിഗണിച്ചില്ലെന്നുമാണ് പ്രതിപക്ഷ സംഘടനാ ഭാരവാഹികളുടെ വിമർശനം. വോട്ടിലാക്കി ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ പൊടിയിടുവാൻ വേണ്ടിയുള്ള ശ്രീ പിണറായി സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റിനെ ഇൻഗാസ് UAE ശക്തമായി പ്രതിഷേധിക്കുകയാണ്. യാതൊരുവിധ ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, 2017 UAE വന്നുകൊണ്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു വാഗ്ദാനവും പാലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പ്രവാസികളെ അഡ്രസ് ചെയ്യാൻ പോലും ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റിൽ തയ്യാറായില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. ഈ പ്രതിഷേധം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവാസികളും അവരുടെ കുടുംബങ്ങളും ബാലറ്റ് പേപ്പറിലൂടെ പ്രതികാരം ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. ബജറ്റ് പ്രസംഗത്തിൽ 592 മുതൽ 96 വരെയുള്ള ക്രമനമ്പറുകളിൽ 5 പോയിന്റുകൾ മാത്രമാണ് പ്രവാസികളെ കുറിച്ച് പറയുന്നത്. വിമാനയാത്രാ നിരക്ക് കൂടുമ്പോഴുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റ്, മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സഹായം എന്നിവയെല്ലാം മുൻപ് പറഞ്ഞിരുന്നുവെങ്കിലും ബജറ്റിൽ പരാമർശങ്ങളില്ല. മാതൃഭൂമി ന്യൂസ്, ദുബായ്.